മോളിരിക്കെ, ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുമെന്നും ഗോപാൽജിയുടെ മാളികയിലെ രാജ്ഞിയെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നല്ലോ. ഇപ്പൊ സ്വന്തം കുബത്തിയുടെ മേളിലുണ്ടായിരുന്ന നിന്റെ ആത്മവിശ്വാസമൊക്കെ പോയോ? ഞാൻ നിന്റെ കുഞ്ഞിനെ കൊന്നു നുണ പറഞ്ഞ് നീ എന്നെ എന്റെ ചേച്ചിയുടെ മുന്നിൽ പോലും കുറ്റക്കാരിയാക്കി. അതിന് നിനക്ക് ദൈവം തന്ന ശിക്ഷ ഇപ്പോഴാണ് നിന്റെ അവസ്ഥ. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ നിന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. കാശാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് ഞാൻ കരുതി. അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകി. എനിക്കൊരു അമ്മയാവണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ആ സ്വപ്നമാ. നീ പറഞ്ഞതുപോലെ ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇനിയുള്ള ജീവിതം ആ ശിക്ഷ ഏറ്റുവാങ്ങി ഞാൻ ഒറ്റയ്ക്ക് തീർത്തോളാം. ആന്റി, കുഞ്ഞമ്മ പറയുന്നതൊന്നും ആന്റി കാര്യമായിട്ട് എടുക്കണ്ട. ദേഷ്യം വന്നാ കുഞ്ഞമ്മ പലതും പറയും. പക്ഷേ ആള് വെറും പാവാ. ആന്റി ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞങ്ങൾ എല്ലാരും കൂടെയുണ്ട്. ആന്റിക്ക് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാരും മാപ്പ് തരും. ആന്റിക്ക് മക്കളില്ലാത്ത വിഷമം ഒന്നും വേണ്ട. ഞാനും ആന്റിക്ക് മോളെ പോലെയല്ലേ. ആന്റി അമ്പലത്തിൽ പോയിട്ട് വേഗം വരാട്ടോ. നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതെ, ചേച്ചി നിന്നെ വളർത്തിയതേ ഒന്ന് കണ്ടുപഠിക്കണം. മുകുന്ദനങ്ങളാ, ഞാനിപ്പോ വരാട്ടോ. മോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലേ. ആ വക്കീലെ, നിന്നെ വീണ്ടും ഈ കുടുംബത്തിന്റെ ഭാഗമാവാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. എന്തായാലും ഗിരിയേട്ടനെ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി. എങ്കിൽ പിന്നെ ഗോപാൽജി പറഞ്ഞ പോലെ പ്രതികാരമെങ്കിലും നടക്കട്ടെ. ഇങ്ങനെ എല്ലാ ദിവസം ഇങ്ങോട്ട് വന്നു പോകുന്നതിന് പകരം 1-2 ദിവസം അച്ഛമ്മയുടെ കൂടെ താമസിക്കാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. പക്ഷെ അമ്മ അടുക്കുന്നില്ല. ഞാനേ പതുക്കെ സമ്മതിപ്പിച്ചോളാം. മോളെ, ആ ആന്റി. എന്താ മോളെ, തിളപ്പിച്ച പാല വേഗം കുടിച്ചോ. ചെറിയ ചൂടേ ഉള്ളൂ. താങ്ക് യു ആന്റി. കൊച്ചുമോളുടെ കൂടെ സന്തോഷമായിട്ട് കഴിയാന്ന് കരുതിയതല്ലേ? അങ്ങനൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഞാൻ ഗോപാൽജി ഏൽപ്പിക്കാൻ പോവാ. മകളെ നഷ്ടപ്പെട്ട ദേഷ്യത്തിലിരിക്കുന്ന അയാൾ ഇവളെ എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടി തോന്നും. ആ, മഹിമ വരുന്നതിന് മുമ്പ് പുറകിലെ വഴി കൂടെ ഞങ്ങൾ പൊക്കോളാം. തള്ള റെസ്റ്റ് എടുക്ക. വിടത്തള്ളേ, വിടാൻ. വിട്, വിടാൻ. ജീവനോടെയുള്ളപ്പോ
കൊച്ചുമോളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു സേഫ്റ്റിക്ക് ഈ കത്ത് ഞാനിവിടെ കരുതിയിരുന്നു. അത് ഉപകാരമായി. വക്കീലെ ഞാൻ തിരിച്ചു വിളിക്കാം. അമ്മ എന്തോ കുറുമ്പൊപ്പിച്ചോന്ന് തോന്നുന്നു. അയ്യോ മോളെ, മോളെ, അമ്മേ, 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 അമ്മേ.